അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാം അലാ റസൂലിൽ. പ്രിയങ്കരനായ അധ്യക്ഷൻ പ്രിയമുള്ള നൂർ മുഹമ്മദ് നൂർഷാദ് സാഹിബ്, ISMൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ജനാബ് സുബൈർ പീലേക്കൽ, TH ഹമീദ് സാഹിബ്, അതുപോലെ ഈ സ്കൂളിൻ്റെ ഉത്തരവാദിത്തമേറ്റെടുത്ത് നടത്തുന്ന അൻസാരി ഇസ്ലാഹി, സമീർ സലാഹി, TH ഹമീദ് സാഹിബ്, ഇവിടെയുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏതാണ്ട് 4-5 വർഷങ്ങളായി തുടർച്ചയായി ഈ സന്നദ്ധദാന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എൻ്റെ ഭാരവാഹികൾ ക്ഷണിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം എറണാകുളം നഗരത്തിലെ മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി അൽ ഫിത്ര അൽ റാസ എന്ന ഈ സ്ഥാപനം ഉയർന്നു വന്നിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, പരിശുദ്ധ റമദാൻ മാസം വളരെ അടുത്ത് വന്നിരിക്കുകയാണ്. 10-12 ദിവസം കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ പുണ്യമാസത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. അതിന് മുമ്പായി ആ മാസത്തിൻ്റെ ഏറ്റവും പ്രത്യേകത തന്നെ പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട ഒരു മാസം എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത്. നോമ്പ് അനുഷ്ഠിക്കുന്നതും മറ്റ് ആരാധനകർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു പ്രധാന കാര്യം തന്നെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഒരു മാസമാണ്. ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്ന ഒരു മാസമാണ്. ആ നിലയിലെല്ലാം നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടൊരു മാസമാണ്. അതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഖുർആൻ പഠിക്കാൻ അവസരമുണ്ടാക്കുക എന്നുള്ളത്. ഈ സ്ഥാപനം ധാരാളം കുട്ടികൾക്ക് പ്രചോദനമായി തീർന്നിരിക്കുകയാണ്. പലർക്കും ഇവിടെ ഇന്ന് ബിരുദം കൊടുക്കുന്ന ദിവസമാണ്. അവരുടെ മാതാപിതാക്കളും കുടുംബക്കാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു അവസരമാണ്, വളരെ മഹത്തായ ഒരു സമയമാണ്. അതുകൊണ്ട് ഇവിടെ ദീർഘമായൊരു പ്രസംഗത്തിന് അവസരമില്ല. ഏതായാലും പരിശുദ്ധ ഖുർആൻ്റെ ആ ചൈതന്യം, അതിൻ്റെ ആശയം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ട്, മരണപ്പെട്ടവരുടെ അടുത്തിരുന്ന് ഓതാനുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ എല്ലാവരും പരിശുദ്ധ ഖുർആൻ തുറക്കുന്നത് തന്നെ ഒന്നില്ലെങ്കിൽ റമദാൻ മാസമായാൽ കുറേ പേരൊക്കെ അത് ഓതും, അതല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ അടുത്തിരുന്ന് യാസീൻ ഓതാൻ വേണ്ടിയാണ് കൂടുതൽ ശ്രമിച്ചത്. പക്ഷെ അതല്ല, നമുക്ക് മാർഗദർശനമായി കിട്ടിയിട്ടുള്ളൊരു മഹത്തായ ഗ്രന്ഥമാണ്. അതിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അത് പഠിക്കാനും അത് ഉൾക്കൊള്ളാനും വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് കൈമാറാനും ശ്രമിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ നിലയിലായിരിക്കണം നമ്മൾ അതിനെ സമീപിക്കാൻ. ആ നിലയിൽ നിങ്ങൾ ഇത് പഠിക്കണം. ഇവിടെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ട്, അവരവരുടെ മക്കളെ ഹാഫിലിങ്ങളാക്കിയിട്ടുണ്ട്, ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്തൊന്നും ഇല്ലാത്തതുപോലെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ധാരാളം സ്ഥാപനങ്ങൾ ഇഫ്ദ് കോഴ്സിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കൂടി അറിയാനും പഠിക്കാനും നമ്മൾ അവസരമുണ്ടാക്കണം. പ്രത്യേകിച്ച് പറയാനുള്ളത്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നൊരു മഹത്തായ വിഷയം നാം വളരെ ലഘൂകരിച്ച് കാണുന്ന ഒരു സമ്പ്രദായമായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, പല സ്ഥലത്തും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തൗഹീദ് ഉൾക്കൊള്ളേണ്ട സ്ഥാനത്ത് നമ്മൾ ശിർക്കിലേക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സുന്നത്ത് പൂർണ്ണമായി മുറുകെ പിടിക്കുന്ന സ്ഥലത്ത് വിദ്യാർത്ഥിയിലേക്ക് പോകണ്ടോ എന്ന് നോക്കണം. സമൂഹം ഇന്നും കുറേ മാമൂലികളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച്
വ്യക്തമായ തെളിവുകളോ രേഖകളോ ഇല്ലാത്ത ചില സമ്പ്രദായങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അതിനെ സത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന ആ തത്വം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ ഖുർആൻ പഠനത്തോടൊപ്പം തന്നെ ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ശ്രമിക്കണം എന്ന് പ്രത്യേകം നിങ്ങൾ ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും നമുക്ക് സുപരിചിതമായൊരു ആയത്താണ് സൂറത്തുൽ അസ്ർ. കാലത്തെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു കൽപ്പിക്കുന്നത്, നിശ്ചയമായും മനുഷ്യവർഗം തീരാ നഷ്ടത്തിലാണ് 4 വിഭാഗക്കാരൊഴികെ. വിശ്വസിച്ചവർ, അതുപോലെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസർ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ, വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, വതവാസൗ ബിൽ ഹക്ക്, ഹക്ക് കൊണ്ട് ഉപദേശിച്ചവരും, വതവാസൗ ബിസ്സബർ, അത് ഹക്ക് ഉപദേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ വളരെ ക്ഷമാപൂർവ്വം തരണം ചെയ്തൊഴിച്ച്. വലിയ വിഷയമാണ്. മറ്റുള്ളവർക്ക് സത്യം പറയുമ്പോൾ കുറേ പ്രയാസങ്ങളുണ്ടാകും, ചിലപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അത് സൗമ്യമായും നല്ല രീതിയിലും യുക്തിയോടുകൂടി പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സുഹൃത്തുക്കളായ ഇതിൻ്റെ ഭാരവാഹികൾ, ഇവിടെ എത്തിയിട്ടുള്ള രക്ഷിതാക്കളൊക്കെ ശ്രമിക്കണമെന്ന് അവരോട് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമ്മുടെ ഈ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സ്ഥാപനം കൂടുതൽ പുരോഗതിയിലേക്ക് വരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിജയികളായ എല്ലാ കുട്ടികളെയും അനുമോദിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.